എൻ്റെ പേര് മുബീന മുഹമ്മദ്. ഞാൻ അഡ്വക്കേറ്റാണ്. വഞ്ചൂർ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്കൊരു 10-15 വർഷക്കാലമായി രാജേഷ് വണ്ണാമുലയെ അറിയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തുരുത്തുമൂല വാർഡ് 17 പേയ്മെൻറ്റ് സീറ്റിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വണ്ണാമുല രാജേഷ് എന്നിൽ നിന്നും അതുപോലെ പല വ്യക്തികളിൽ നിന്നും പണം പറ്റിച്ചതിനെക്കുറിച്ചും അയാളുടെ കൊള്ളരുതായ്മയെക്കുറിച്ചും സംസാരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്നിൽ നിന്ന് ഒരു 48 ലക്ഷം രൂപയോളം പലപ്പോഴായി ഞാൻ ചിട്ടിപ്പിടിച്ച പൈസയും ഒക്കെ വാങ്ങിയിട്ട് ഞാനൊരു വീട് വെക്കുന്ന സമയത്ത് ഇയാൾ വെറും 25,000-50,000 രൂപ വെച്ച് തിരിച്ചു തന്നിട്ട് ബാക്കി 10 ലക്ഷം രൂപയും അയാളുടെ ആധാരങ്ങൾ ഞാനാണ് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ വകയിൽ എനിക്കൊരു 4 ലക്ഷം രൂപയും തരാനുണ്ട്. എന്നെ മാത്രമല്ല, ഹീര കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഹീര കോളേജിൻ്റെ ലീസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് വേണ്ടി 58 ലക്ഷം രൂപ ലീസ് രജിസ്ട്രേഷന് വേണ്ടി വാങ്ങിച്ചിട്ട് യഥാസമയം ചെയ്തു കൊടുക്കുകയും ചെയ്തില്ല. ഈ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യാതെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണ്. അതിനാൽ അദ്ദേഹം വേറെ പേയ്മെൻറ്റ് അറേഞ്ച് ചെയ്ത് രജിസ്ട്രേഷന് പോയപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാതിരിക്കാനായി രജിസ്റ്റർ ഓഫീസിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ മറ്റു പലരെയും ബന്ധപ്പെട്ടാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇതുവരെയും ആ പൈസ ഇയാൾ തിരിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ പലരിൽ നിന്നും ഇയാൾ പൈസ പറ്റിക്കുകയും നെടുമങ്ങാട് അരുവിക്കര സൊസൈറ്റികളിൽ നിന്നും ലോൺ എടുത്തും പലരുടെ ആധാരങ്ങൾ വെച്ച് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത സംഭവത്തിൽ അവിടുത്തെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്യുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഡീറ്റെയിലായി ഞാൻ ഇതിൽ ഈ പത്രസമ്മേളനത്തിൽ വിവരിക്കുന്നു. സൊസൈറ്റിയിൽ ബാലകൃഷ്ണൻ, അബ്ദുൽ ഫൈസൽ, രാമചന്ദ്രൻ, രതീഷ് കുമാർ, പത്മകുമാർ, അഭിലാഷ്, വിദ്യാധരൻ, നിരീഷ് കുമാർ, രതീഷ്, രാജേന്ദ്രൻ എന്നിവരിൽ നിന്ന് ഇയാൾ ഇത്രയും പേരുടെ ആധാരങ്ങൾ വെച്ചുകൊണ്ട് ഇയാൾ ലോൺ എടുക്കുകയും ലോൺ തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അയാളുടെ ഭാര്യയും ചേർന്ന് 20 ലക്ഷം രൂപ സൊസൈറ്റിയിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് മോഹൻകുമാർ എന്ന ഒരു സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് സീറ്റ് രൂപീകരിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ഇലക്ഷന് വേണ്ടി ചിലവാക്കുന്ന വണ്ണാമുല രാജേഷിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കടങ്ങൾ വാങ്ങി പറ്റിച്ച് അവരുടെ പൈസ അന്തസ്സായി കടം വീടിയതിനു ശേഷം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിന് ഒരു അന്തസ്സുണ്ട്. അല്ലാതെ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് പൈസ കൊടുക്കാതെ ഇങ്ങനെ പറ്റിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. അയാളുടെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കേണ്ടതാണ്. ഇതിനയാൾ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ തുരുത്തുമൂല വാർഡിൽ ഒരു പ്രചരണം തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഹരിശങ്കർ. എനിക്ക് കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ്. എനിക്ക് രാജേഷ് കുമാർ 8 ലക്ഷം രൂപ നൽകാനുണ്ട്. അത് നൽകാനായിട്ടൊരു ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ചെക്ക് പ്രകാരം പ്രസൻറ്റ് ചെയ്യേണ്ട ഡേറ്റിൽ അത് പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്കും അക്കൗണ്ട് ക്ലോസ്ഡ് എന്നാണ് കാണിച്ചത്, അതിൽ മെമ്മോയിൽ വന്നത്. അപ്പോൾ ബാങ്കിൽ സമീപിച്ചപ്പോൾ ഇത് 2020 അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് 2025 ആ ചെക്ക് തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിലവിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കാനായിട്ട് അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടാനുള്ളത്. എൻ്റെ പേര് MB മുഹമ്മദ്. എൻ്റെ വൈഫ്, ഞങ്ങൾക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സമീപമായിട്ടൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഹീര ഗാർഡൻസ്. അതിൽ നിന്നും വിറ്റ സമയത്ത് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വിറ്റപ്പോൾ മിസ്റ്റർ ആധാരമുണ്ണി, അതായത് OS രാജേഷ് കുമാർ 40 ലക്ഷം രൂപ ഞങ്ങളിൽ നിന്ന് വാങ്ങുകയും പല പ്രാവശ്യമായിട്ട് ആ ക്യാഷ് തരാതിരിക്കുകയും കുറച്ച് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക. പുള്ളിക്ക് ലൈസൻസിൻ്റെ ഒരു അവകാശവുമില്ല. ലൈസൻസ് ഓൾറെഡി ഇല്ലാത്തതും പിന്നെ വേജ ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് മുബീന മുഹമ്മദ് എന്നൊരു വ്യക്തിയെ കൊണ്ട് ഈ ഫയലുകൾ ഒപ്പിടുകയും ചെയ്തുകൊണ്ടുവരുന്നു. ഈ ഫയലുകൾ ഒപ്പിട്ട വകയിൽ കുറച്ച് കാശും പിന്നെ എന്നിൽ നിന്നും എൻ്റെ കാർ വാടകയ്ക്ക് എടുത്തിട്ട് ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ തരാനുള്ളതും പുള്ളി പലരിൽ നിന്നുമായിട്ട് ഏകദേശം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം 3.5 കോടി രൂപയോളം പലരിൽ നിന്നും ചീറ്റ് ചെയ്തിട്ടുള്ളതും, അതായത് ഞങ്ങൾ ഈ ക്യാഷുമായി ബന്ധപ്പെട്ട് KPCCയെയും DCCയെയും ബന്ധപ്പെടുകയും DCC മുൻ പ്രസിഡന്റുമാരും മറ്റുള്ള മെമ്പറും ഇപ്പോഴുള്ള നേതാക്കന്മാരും എല്ലാം പല രീതിയിലും ഞങ്ങൾ അതിനുള്ള ശക്തമായ തെളിവുകൾ എൻ്റെ പക്കലുള്ളതുമാണ്. ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഇവനൊരു പേയ്മെന്റ് സീറ്റ് നിങ്ങൾ കൊടുക്കരുത്, അത് കോൺഗ്രസ് പാർട്ടി തകർക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് വരെ പുള്ളിയെ വിളിച്ച് സംസാരിക്കുകയും പുള്ളി പറഞ്ഞു നിങ്ങളുടെ കാശ് തന്നാൽ പ്രശ്നം തീരുമല്ലോ, ബാക്കിയുള്ളവരെ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് പറയുകയുണ്ടായി. ഞങ്ങളുടെ കാശ് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയിലേക്കുമാണ് ഈ ഒരു സമ്മേളനവും മറ്റുള്ള പലർക്കും, അതായത് പല പോലീസ് സ്റ്റേഷനിലും ഈ പുള്ളിയുടെ പേരിൽ പല കേസുകളും ഉള്ളതും, അതായത് മുബീന മുഹമ്മദ്, വി മാധവൻ നായർ, ഗോപാലകൃഷ്ണൻ, മണിയൻ, ഹരിശങ്കർ, അഡ്വക്കേറ്റ് മോസസ്, ഇവരിൽ നിന്നും പലരിൽ നിന്നായിട്ട് ഏകദേശം 3.5 കോടി രൂപയോളം പുള്ളി ചീറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. ഈ കേസുകളെല്ലാം അതുപോലെ ഹരിജൻ അട്രോസിറ്റി കേസ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ, നെടുമങ്ങാട് കോടതിയിലുള്ളതും വഞ്ചൂര് പോലീസ് സ്റ്റേഷനിലും പല കേസുകളും ഉള്ള ഒരു പ്രതിയാണ് ഈ മണ്ണാമല രാജേഷ് എന്ന് പറയുന്ന ആധാര ഉണ്ണി. പുള്ളി പലരെയും കബളിപ്പിച്ച് അവര് ഫോഴ്സ് ജീവിതവും വേണ്ട ലോക്കൽ നേതാക്കന്മാർക്ക് വേണ്ട ഒത്താശകളും ചെയ്തു കൊടുത്ത് ഒരു മാമാപ്പണി ജീവിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് പുള്ളി ഇപ്പോൾ. ആക്ച്വലി ഈ പുള്ളിയെ പാർട്ടിക്ക് തന്നെ ഒരു അനഭിമതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് പല പാർട്ടികളെയും ബാധിക്കുന്ന എല്ലാവർക്കും ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലും പുള്ളിയെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ്. പുള്ളി ആർക്ക് എന്ത് കൊടുത്തിരുന്നാലും ഞാൻ കൊടുക്കും, ഞാൻ വാങ്ങിക്കും, ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളൊരു ഒരു അഹംഭാവ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതാണ് പുള്ളിയുടെ ഒരു പ്രവണത. ഇങ്ങനെയുള്ള വ്യക്തി നാടിനും സമൂഹത്തിനും വളരെ അപകടകാരിയായ വ്യക്തിയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ നാം തിരിച്ചറിയേണ്ട ഒരു അവസരോചിതമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ വരുന്നത്. ശക്തമായ ഒരു തീരുമാനം എല്ലാവരിൽ നിന്നും മീഡിയ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.